ഇന്ന് മുളയരി പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. മുളയരി 3-4 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത മുളയരിയാണിത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് സോക്ക് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 15 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിലും ഒരു 7-8 വിസിലിൽ വേവിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി അത് അടച്ചു വെക്കാം. 15 മണിക്കൂറിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി കഴുകിയെടുക്കണം. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന മുളയരിയാണിത്. ഇനി ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം ഒരു 6 പ്രാവശ്യം പൾസ് ചെയ്ത് പൊടിച്ചെടുക്കണം. സാധാരണ പൊടിയരിയിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് പൊടിയണം. ഇതെന്തിനാ ഇങ്ങനെ പൊടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചവ്വരി ചേർക്കുന്നില്ല. നല്ലതുപോലെ നുറുങ്ങിക്കിടന്നാൽ മാത്രമേ പാൽപ്പായസത്തിന് കൊഴുപ്പുണ്ടാവുകയുള്ളൂ. ഇതേമാതിരിയാ പൊടിച്ചെടുക്കേണ്ടത്. മുളയരി പ്രഥമൻ ഉണ്ടാക്കാൻ പൊടിക്കത്തില്ലേ, അതിലും കുറച്ചുകൂടി ഒന്ന് പൊടിയണം. ഈ പാത്രത്തിലേക്ക് ഇട്ടത് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. പ്രഷർ കുക്ക് ചെയ്യുന്നതാ നല്ലത്. ചായക്കടകളിൽ കിട്ടുന്ന മാതിരിയുള്ള കുറച്ചു പാലും കൂടുതൽ വെള്ളവും ചേർത്തുള്ള പാലും വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് പാലും 3 കപ്പ് വെള്ളവുമാണ് ഇവിടെ ചേർക്കുന്നത്. വെറുതെ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. വെന്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കണം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം 6 വിസിൽ വരുന്നതുവരെ വേവിച്ചു. അതിനുശേഷം മാറ്റിവെച്ചു. പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആയതിനു ശേഷം ഞാൻ ഓപ്പൺ ചെയ്തതാണ്. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. മുളയരി ഇതേമാതിരി നുറുങ്ങി കിടക്കണം. ഇനി അത് ചുവട് കട്ടിയുള്ള ഉരുളിയിലേക്ക് ഒഴിക്കുകയാണ്. സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കരുത്. ചുവട് കട്ടിയുള്ള അലുമിനിയം പാത്രമായാലും മതി. ഇനി പാലൊഴിക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. തിളച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ചു തുടങ്ങിയാൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. മുളയരി പാലിൽ കിടന്ന് കുറച്ചുകൂടി വേകും. ഉരുളിയാണെങ്കിലും തുടർച്ചയായി ഇളക്കി കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അങ്ങനെ ഇളക്കി കൊടുത്ത് പാല് ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി തുടങ്ങുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ പായസം ഒന്നുകൂടി കുറുകും. മധുരം ഓരോരുത്തരുടെ ചോയ്സിന് ചേർക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് കൂടി ചേർക്കണം. ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ മെൽറ്റാകണ്ടേ. ഈ പായസത്തിൽ ഏലക്ക, റൈസിൻസ്, കാഷ്യൂ നട്ട്സ് ഇതൊന്നും ചേർക്കുന്നില്ല. ഈ കൺസിസ്റ്റൻസിയിലാണ് പായസം ഉണ്ടാക്കിയെടുക്കേണ്ടത്. പാലും മുളയരിയും ഒരുപോലെ ബ്ലെൻഡായി കിടക്കണം. അങ്ങനെ മുളയരി പാൽപ്പായസം റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.